ഹലോ, വെൽക്കം ടു ലക്ഷ്മീസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോഫ്ത കറിയാണ്. അതിനു വേണ്ടി കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ എടുത്ത് വെച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കാബേജ്, പൊട്ടറ്റോ, ഉള്ളി, പിന്നെ കോളിഫ്ലവർ നമ്മൾ സ്വല്പം വേവിച്ചിട്ട് സ്വല്പം ഒന്ന് തിളപ്പിച്ചിട്ടാണ് ചെറുതായി അരിഞ്ഞത്. ചെറുതായി കുഞ്ഞായിട്ട് വേണം ഇതെല്ലാം അരിഞ്ഞെടുക്കാൻ. മിക്സ് വെജിറ്റബിൾ കോഫ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുക. നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്, അതും കൂടി നമ്മൾ മാഷ് ചെയ്തിടണം. പിന്നെ നമ്മളൊരു വലിയ സവാളയും കൂടി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി സ്വല്പം കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കരിവേപ്പില മാത്രമാണ് ഇടുന്നത്. ഇനി നമുക്കിതിന് ബൈൻഡിങ്ങിന് വേണ്ടി നമുക്ക് കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ് സ്വല്പം നമ്മൾ പാനിൽ വെച്ച് സ്വല്പം നല്ലതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ. അതിൽ 3 തവിയോളം ചേർത്ത്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ കൂടിയുണ്ട്. അതിന് വേണ്ടി നമ്മൾ 1/2 സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളകാണ്, വലിയ എരിവില്ലാത്ത മുളകാണിത്. പിന്നെ നമ്മൾ അതിനകത്ത് സ്വല്പം ഒരു 1/4 ടീസ്പൂണോളം മസാലപ്പൊടി, പിന്നെ അജവാൻ സ്വല്പം ഒന്ന് ചേർക്കുന്നുണ്ട്. ഈ കടലമാവ് ചേർക്കുന്നതുകൊണ്ട് ഗ്യാസിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാനും കൂടിയാണ് അത് ചേർത്തത്. പിന്നെ കസ്തൂരി മേത്തി ഒരു വലിയ ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് 1/2 ടീസ്പൂൺ, സ്വല്പം കായം, ഒരു നുള്ള് കായം, പിന്നെ അതിനാവശ്യത്തിന് ഉപ്പ്, സ്വല്പം കരിവേപ്പില ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് രൂപത്തിലൊരു ആട്ടയുടെ രൂപത്തിലാക്കി എടുക്കുക. മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇവിടെ കുഴച്ചെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിന് വെള്ളം കൂടുതലോ കുറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടി കടലമാവ് ചേർക്കുക, എന്തെങ്കിലും ചെയ്യാം. ഞാനിതിൽ കൂടുതൽ കടലമാവ് ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ഇനി നമ്മൾ ചെറിയ ഉരുളകളാക്കി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. നമ്മളതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും ഒരു വെജിറ്റേറിയൻകാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാം ഇഷ്ടപ്പെടുന്നൊരു കറി തന്നെയാണ് കോഫ്ത കറി. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ലോക്കിയുടെ കോഫ്തയാണ് സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നത്. മിക്സർ കോഫ്ത അങ്ങനെ വളരെ കുറവാണ് ഉണ്ടാക്കുക. ഇനി എല്ലാം വറുത്ത് കോരി വെച്ചത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടി 4 മീഡിയം സൈസിലുള്ള 4 സവോളയും, ഒരു 3 ടൊമാറ്റോ, 2-3 പച്ചമുളക്, സ്വല്പം പിന്നെ മസാലകളെല്ലാം എടുത്ത് വയ്ക്കണം. പിന്നെ നമുക്കൊരു കുക്കർ എടുത്ത് വെച്ച് ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വല്പം കപ്പലണ്ടി, 2 സ്പൂൺ കപ്പലണ്ടിയും, 1 ടേബിൾ സ്പൂണോളം നമുക്ക് കാഷ്യൂവും, പിന്നെ കുറച്ച് മസാലകളും, പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ടൊമാറ്ററും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. 1 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം ജീരകം, പെരുംജീരകം, എല്ലാം ഒരു 1/4 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ്,
1 ടീസ്പൂണോളം നമുക്ക് ബട്ടർ ചേർക്കണം. പിന്നെ സ്വല്പം ഉപ്പും പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കുക്കർ അടച്ച് ഒരു 2 വിസിലടിച്ച് വയ്ക്കുക. അത് ആറിയതിന് ശേഷം നമ്മളൊരു മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ബേ ലീവ്സ് ഞാൻ എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിൽ അരയ്ക്കാവൂ. കാരണം മിക്സി അല്ലെങ്കിൽ നമുക്ക് കൈ വല്ലോ പൊള്ളുകയോ ഒക്കെ മറ്റും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആറിയതിന് ശേഷം അരയ്ക്കുക. ഞാനിത് കാണിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ ചൂടോടെ. നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത നമ്മുടെ ഗ്രേവി നമ്മൾ ഒരു അരിപ്പയിൽ വെച്ച് അരച്ചെടുക്കണം. ടൊമാറ്റോൻ്റെ ഒക്കെ കുരുവും അതെല്ലാം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ വീണ്ടും 1 സ്പൂണോളം ബട്ടർ ചേർത്ത് നമ്മളൊരു ഒരു പച്ചമുളകും സ്വല്പം ജിഞ്ചറും ജീരകവും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ നെയ്യ് ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും എണ്ണ ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമ്മുടെ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ സ്വല്പം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫ്ത ഇട്ട് കൊടുക്കണം. കോഫ്ത ഇട്ട് കൊടുത്തൊരു 10-20 മിനിറ്റ് വരെ നമ്മൾ ചെറിയ തീയിലത് കോഫ്തയിലൊക്കെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇറക്കാൻ നേരത്ത് സ്വല്പം കൂടി നമ്മൾ കസ്തൂരി മേത്തിയും സ്വല്പം ക്രീം ഉണ്ടെങ്കിൽ ക്രീമും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ക്രീം ഒഴിച്ച് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ സ്വല്പം കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം കോഫ്ത ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കി അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കറി റെഡി. ഓക്കേ, താങ്ക് യു.